പ്രൈസ് ഗോഡ്. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഇന്ന് പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന നിങ്ങളോരോരുത്തരും ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ സ്നേഹം അധികമായി പകരപ്പെടട്ടെ. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ചിന്തക്കായിട്ട് പഴയ നിയമപുസ്തകത്തിൽ നിന്ന് യിരെമ്യാവിൻ്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. പിന്നെ യഹോവ കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട വലിയൊരു അധികാരത്തിൻ്റെയും പകർച്ചയുടെയും എഴുന്നേൽപ്പിൻ്റെയും ഒരു വചനം. യഹോവ കൈനീട്ടി യിരെമ്യാവിൻ്റെ വായെ തൊട്ടു. ആ വായെ തൊട്ടിട്ടു യഹോവയായ ദൈവം യിരെമ്യാവിനോട് പറയുകയാണ്, എൻ്റെ വചനങ്ങളെ നിൻ്റെ നാവിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട പുതിയ നിയമത്തിൽ മാളികമുറിക്കകത്ത് തീയായി ഇറങ്ങി വന്ന് നാവിൻ്റെ മേൽ തീച്ചോലയായി വെളിപ്പെട്ട പരിശുദ്ധാത്മാവും, പഴയ നിയമത്തിൽ നാവിന്മേൽ തൊട്ട യഹോവയായ ദൈവവും. അവിടെ നമ്മൾ ആ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, എന്നിട്ട് ദൈവം പറയുകയാണ്, നോക്കുക, ഞാൻ നിന്നെ തൊട്ടിരിക്കുന്ന നിൻ്റെ നാവിൽ ഇപ്പോൾ ഒരു അധികാരത്തെയാണ് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിനക്ക് നിർമ്മൂലമാക്കുവാനും പൊളിപ്പാനും പണിയുവാനും നടുവാനും ഞാൻ ഇന്ന് നിൻ്റെ ജനിപ്പിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ ജനിപ്പിച്ച്? രാജ്യങ്ങളുടെ മേലും ജാതികളുടെ മേലും ഇപ്പോൾ ദൈവം എന്നെ ആക്കി വച്ചിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്ന ഒരധികാരത്തിൻ്റെ ഒരു ഹല്ലേലൂയ വലിയൊരു ഡുനാമിക്സാക്കി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു മിതുവണ്ടിയാക്കി ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. യിരെമ്യാവോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ബാലനാ. പക്ഷെ ദൈവം പറയാം, നീ ഇനി ബാലനെന്ന് പറയരുത്. ഇപ്പോൾ നീ ബാലനല്ല. നിന്നെക്കൊണ്ട് ചെയ്യിക്കുവാൻ, നിന്നെക്കൊണ്ട് മാത്രം ചെയ്യിക്കേണ്ടതിന് ഞാൻ നിൻ്റെ നാവിനെ തൊട്ടിരിക്കുന്നു. ഇന്ന് ആത്മീക ജീവിതം നയിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കി നമ്മുടെ ആത്മീയ ജീവിതം എത്രത്തോളം പണിയപ്പെടണം, നമ്മൾ എത്രത്തോളം കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം. ഇപ്പോൾ നമുക്കറിയാം, പ്രകൃതിയുടെ മേലുള്ള അധികാരം പോലും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ പലരും ന്യൂസ് കാണുന്നു, ലോകപരമായ വാർത്തകൾ കണ്ട് നെഞ്ചത്ത് മാർത്ത് കൈയടിച്ച് നിലവിളിച്ചുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, നിനക്ക് അതിൻ്റെ മേൽ നിനക്ക് അധികാരമുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കണം, ഇവിടെ എന്ത് സംഭവിക്കേണ്ട, ഇവിടെ എന്ത് വേണം, എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരധികാരമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് പ്രപഞ്ചത്തിൻ്റെ മേലായാലും ഏത് സൃഷ്ടിപ്പിൻ്റെ മേലും നിങ്ങൾക്ക് ദൈവം നൽകുന്ന അധികാരത്തെ നിങ്ങൾ ഉപയോഗിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. സത്യവെളിച്ചം ലോകത്തിലോട്ട് വന്നുകൊണ്ടിരുന്നു. ആ സത്യവെളിച്ചം ഞാനും നിങ്ങളുമാണ്. ആത്മാവിലൊന്ന് വിളിച്ചു പറയുമോ, നിങ്ങളിലോട്ട് നിന്ന് നോക്കുക, ദൈവം നിങ്ങളുടെ നാവിനെ തൊട്ടിരിക്കുന്നു. എഴുന്നേൽക്കുക, പണിയേണ്ടതിനെ പണിയാൻ, നടേണ്ടതിനെ നടിയാൻ. ഈ വചനങ്ങളായി ഇന്ന് പകൽ ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നാളെ നിങ്ങളെക്കുറിച്ച് ലോകമറിയട്ടെ. ദൈവത്തിൻ്റെ അധികാരത്തെ ഉപയോഗിക്കുന്നതെന്ന ആ ദൈവനാമത്തെ ഉയർത്തുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന അഭിഷിക്തന്മാരും അഭിഷിക്തകളും ഈ തലമുറ ഇതിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.